ബേസിക്കലി എന്താണ് പോഡ്കാസ്റ്റ്? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പോഡ്കാസ്റ്റ് പറഞ്ഞാൽ മുമ്പ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. റേഡിയോൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റിംഗ്. ഇപ്പോൾ ഒരു ഷോ ഉണ്ടെങ്കിൽ അത് ഒരാഴ്ച ഉണ്ടാവുള്ളൂ, ആഴ്ചയിൽ ഒരു നേരം ഉണ്ടാവും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ ഷോ കാണുമല്ലോ, അപ്പോൾ ആ ടൈമിൽ വരുന്ന സാധനം അല്ലെ വാർത്ത ആ ടൈമിൽ ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവില്ല. പക്ഷെ ആ ടൈമിലാണ് പോഡ്കാസ്റ്റ് വരുന്നത്. പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, ഓഡിയോ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം ആ ഡിജിറ്റൽ ഫോമിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം യാത്ര ചെയ്യാണ്, അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പോഡ്കാസ്റ്റ് കേൾക്കുക. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഷോസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നത് ഇതെന്താണ് പോഡ്കാസ്റ്റ്. ഇത് റേഡിയോയിൽ കഴിയാത്ത സാധനങ്ങൾ നമുക്ക് ഇതിൽ വളരെ കൺവീനിയൻ്റ് ആയ ഒരു ടൈമിൽ നമ്മളുടേതായ ഒരു സ്പേസ് കണ്ടുപിടിക്കുന്നുണ്ടാവും. ആ ടൈമിൽ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇത് കേൾക്കാൻ പറ്റും. എന്ത് കേൾക്കണം, എപ്പോൾ കേൾക്കണം, എവിടെ വെച്ച് കേൾക്കണം, എങ്ങനെ കേൾക്കണം, ഇതൊക്കെ സ്വയം തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ശരിക്ക് പോഡ്കാസ്റ്റ് എന്നുള്ള സാധ്യത ഓപ്പണായിട്ട് നമ്മളെ പ്രായമായിട്ടുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് 2000-ലാണ് ഈ RSS ഫീഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. അതായത് അത്രയും കാലം നമ്മൾ റേഡിയോ ഒരു പരിപാടി ഇങ്ങനെ സ്ട്രീം ചെയ്ത് പോവുകയാണ്. ആ സ്ട്രീം ചെയ്യുന്ന സാധനം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അത് ഇഷ്ടമുള്ള സമയത്ത് കേൾക്കാനും പറ്റുന്ന ഒരു സിസ്റ്റം. അതാണ് RSS ഫീഡ് എന്ന് പറയുന്നത്. ബേസിക്കലി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അത് ഏകദേശം ഈ ടൈമിലാണ് 2000-2001 ആ ടൈമിലാണ് ഒരു നമ്മൾ ഭയങ്കര രസമുള്ള സാധനം ഉണ്ട്. വെച്ചാൽ ആദം കൂറിയും ഡേവിഡ് വൈനർ എന്ന രണ്ടാൾക്കാരുണ്ട്. അപ്പോൾ ഒരാൾ വീഡിയോ ജോക്കിയാണ്, മറ്റൊരാൾ സോഫ്റ്റ് ഡെവലപ്പറാണ്. അപ്പോൾ ഇവർക്ക് ഈ റേഡിയോ ഷോസ് ഇവർക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവരെന്താക്കി ഇങ്ങനെ ഈ RSS ഫീഡിൽ ഫസ്റ്റ് ഇവരെ ഇതിൽ ഈ റേഡിയോ ഷോസ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് RSS ഫീഡിലേക്ക് ആക്കിയിട്ടാണ് ഫസ്റ്റ് ഐപോഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഇട്ടതെന്ന് വെച്ചാൽ ഇതാണ് ഐപോഡ് അല്ല, അതിൻ്റെ വേറെന്തോ പേരുണ്ട്, റേഡിയോ ഓൺ ബിഹൈൻഡ് അങ്ങനെ എന്തോ ഉണ്ടേനും പേരുണ്ട്. അതിലെന്തോ ഒരു പേരുണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ നമ്മളനുസരിച്ചിട്ടുള്ള റേഡിയോ, ഇപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റേഡിയോ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഇത് ഫസ്റ്റ് പോഡ്കാസ്റ്റ് എന്നുള്ള പേര് വരുന്നത് ബെൻ ഹാംസ്ലി എന്ന് പറഞ്ഞ ഒരാൾ ഗാർഡിയൻ ഇതിൽ പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ ചെയ്താണ്. അതിൻ്റെ കഥ മുപ്പര് പറയുന്നത് വെച്ചാൽ ഉപ്പർക്ക് ഇങ്ങനെ ഈ പുതിയൊരു ഫിനോമിന വരുന്നത് ഈ പോഡ്കാസ്റ്റ് പേര് അത് വെച്ചാൽ അന്നത്തെ റേഡിയോ അനുസരിച്ച് ഇപ്പം അന്ന് പുതിയ കാര്യമാണ് ഒരാൾക്ക് ഇഷ്ടം അനുസരിച്ച് റേഡിയോ ഉള്ള ഷോ നമുക്ക് കേൾക്കുക. പറഞ്ഞാല് ഇതാണ് ആഴ്ചയിൽ വരുന്ന ഷോസ് ആണ്. അപ്പം ഇങ്ങനെ പുതിയൊരു ഫിനോമിനാണ്. ആൾക്കാർക്ക് നമ്മൾ നാട്ടിലൊക്കെ പുതിയ എന്താ സാധനം വന്ന അത്ഭുതം ഉണ്ടാവില്ല. പുതിയ സാധനത്തെ പറ്റിയിട്ട് ഉപ്പര് ഇതാണ്. അപ്പോൾ ഗാർഡിയൻ ഓരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെഡ് ലൈൻ ആയിക്കുണ്ട്, നിങ്ങൾ വേഗം തരണം. അപ്പം ഇങ്ങനെ ഉപ്പര് ഇങ്ങനെ എഴുതിയിട്ട് സമയത്ത് ഇതിനെന്ത് പേരിടും, ഒരു ഐഡിയ ഇതാണ് ഈ ഫിനോമിന എന്ത് പേരിടും. ആൾക്കാരെന്താണ് റേഡിയോ അല്ലെങ്കിൽ മൂവിങ് റേഡിയോ അങ്ങനെ എന്തൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ മൂപ്പർക്ക് എന്തോ അതിലൊരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ മൂപ്പര് പേരിടാണ് ഗൊറില്ല മീഡിയ, ഒരു സുഖമില്ല, ഓഡിയോ ബ്ലോഗിങ്, റേഡിയോ ബ്ലോഗിങ്, അങ്ങനെ എന്തൊക്കെ പേരിടുന്നത്. അവസാനം മൂപ്പർക്ക് ഇങ്ങനെ കത്തുന്നത് ഏത് പോഡ്കാസ്റ്റ് എന്നുള്ള പോഡ്കാസ്റ്റ് പേര് വരുന്നതിൻ്റെ ഒരു രസമുണ്ട്. ഐപോഡില്ല, ആപ്പിളിൻ്റെ ഐപോഡും ബ്രോഡ്കാസ്റ്റിങ്ങും, ഇത് രണ്ട് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഐപോഡായിട്ട് മിക്സ് ചെയ്താക്കി ഐപോഡിന്റെ ബ്രോഡ്കാസ്റ്റിന്റെ കാസ്റ്റും അങ്ങനെയാണ് പോഡ്കാസ്റ്റ് വരുന്നത്. എന്നിട്ട് മൂപ്പരിങ്ങനെ പറയുന്നത്. എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പം ഓക്സ്ഫോർഡ് ഡിക്ഷണറിന്ന് വിളിക്കുന്നത് നിങ്ങളല്ലേ ആ പോഡ്കാസ്റ്റ് ആർട്ടിക്കിൾ എഴുതിയ പോഡ്കാസ്റ്റ് എന്ന പേര് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതായിരുന്നു കിട്ടുന്നത്, നിങ്ങൾ എഴുതാം. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാം നിങ്ങൾക്കാണ് ഈ വർഷത്തെ ഫാബുലസ് വേർഡിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഇവരോട് പറയുന്നത്. ഇങ്ങനെ ഓക്സ്ഫോർഡിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 2005 ആപ്പിൾ പോഡ്കാസ്റ്റ് മറ്റേ ഐപോഡ് നാനോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെയൊക്കെ ഭയങ്കര ബൂം. ഇതിൽ ഈ പോഡ്കാസ്റ്റ് ഇങ്ങനെ ബൂം ചെയ്യുന്ന ആ ഒരു കൗതുകം ഉണ്ടല്ലോ, ഇതന്നെ ഈ റേഡിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. റേഡിയോ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പൊതുവേ പറയുന്ന ഒരു ചരിത്രം ഹിറ്റ്ലറിൻ്റെ ചരിത്രം പറയാറുണ്ട്. ഹിറ്റ്ലർ വരുന്നത് വരെ പ്രസ്സായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. ജർമ്മനി ആണെങ്കിലും നെപ്പോളിയൻ പറഞ്ഞത് 7th ഗ്രേറ്റസ്റ്റ് പവർ എന്നുള്ളത് പ്രസ്സായിരുന്നു. അന്ന് പിന്നെ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, റേഡിയോ 8th ഗ്രേറ്റസ്റ്റ് പവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അന്ന് ഗീബൽസ്, നമുക്കറിയാവുന്ന ചരിത്രങ്ങളൊക്കെ തന്നെയാണ്. ഗീബൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 8th ഗ്രേറ്റസ്റ്റ് പവറായിട്ട് റേഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നീട് നടന്ന ചരിത്രം നമുക്കറിയാം. എങ്ങനെയാണ് വളരെ ആസൂത്രിതമായിട്ട് ഈ പ്രൊപ്പഗണ്ട ഇവരുടെ ഈ ക്യാമ്പയിനുകളൊക്കെ
ഒരു യുദ്ധം ഇഷ്ടപ്പെടാത്ത ഒരാളുകളെ യുദ്ധം ഇഷ്ടപ്പെടുന്ന ആളുകളായി വാർമോങ്കറിങ് ആളുകളാക്കുക എന്ന് അറിയില്ല, അതാക്കി മാറ്റുന്ന പ്രോസസ്സ്, അവരെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുക. അത് വളരെ കൃത്യമായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നത് റേഡിയോയിലൂടെ. ലക്ഷക്കണക്കിന് റേഡിയോ വാങ്ങുക, ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ പൊതുവെ പറയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിന് റേഡിയോ വളരെയധികം ഇവർ യൂസ് ചെയ്തു എന്നുള്ളത് വളരെ ഒരു പുസ്തകത്തിൽ മറ്റേ നോം ചോംസ്കിന്റെ പുസ്തകങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സീരീസ് ഓഫ് ബുക്സ് ഉണ്ട്. അതിൽ തന്നെ മീഡിയ കൺട്രോൾ ഉണ്ട്, മാനുഫാക്ചറിങ് കൺസെന്റ് ഉണ്ട്. മീഡിയ കൺട്രോൾ ഒരു ചെറിയ പുസ്തകമാണ്, ഒരു 59-60 പേജിൻ്റെ അടുത്ത് വരുന്നൊരു ചെറിയ പുസ്തകം. അതിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ പ്രൊപ്പഗണ്ട മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം. പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഒരു പ്രൊപ്പഗണ്ട എന്ന് പറയുമ്പോൾ ഏത് രാജ്യങ്ങളാണ് ഓർമ്മ വരുന്നത്? നോർത്ത് കൊറിയ അല്ലെങ്കിൽ ഇറാൻ, ഇതൊക്കെ ഓർമ്മ വരും. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഏത് രാജ്യം ഓർമ്മ വരുന്നത്? യൂറോപ്പിനെ, ഫ്രാൻസ്, UK, ഓസ്ട്രേലിയ, അമേരിക്ക, ഇതൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഇതെവിടുന്നാണ് വന്നത്? ഇത് വളരെ കൃത്യമായിട്ട് ആളുകളുടെ ഉള്ളിൽ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. ഇതെവിടുന്ന് ആരാണിത് വർക്ക് ചെയ്ത ആരാണിതിൽ? മീഡിയ, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇന്നത്തെ മീഡിയക്കും അതേപോലെയുള്ള റോളുണ്ട്. അന്ന് റേഡിയോ ആ ഒരു കൗതുകം ഉണർത്തി, ഇന്ന് പോഡ്കാസ്റ്റുകൾ ഉണർത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കിയ സാധനം എന്താ വെച്ചാല് പവറിലുള്ള ആളുകളെ അന്നത്തെ ഏറ്റവും ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള മീഡിയ എന്താണോ, അതെ അതൊക്കെ ന്യൂ മീഡിയനെ ഏറ്റവും പെട്ടെന്ന് എല്ലാ രാജ്യങ്ങളുടെയും കാര്യങ്ങൾ ഹിറ്റ്ലറിന്റെ സമയത്ത് റേഡിയോ ആണ്. അപ്പോൾ റേഡിയോ വന്നു. ഇപ്പോൾ TV, ടെലിവിഷൻ, ന്യൂസ് സാധനങ്ങൾ വന്നപ്പോൾ ആ സമയത്തുള്ള പവർ എന്ത് ചെയ്തു, അതിനെ അക്യൂർ ചെയ്തു. ബുഷൊക്കെ അങ്ങനെയാണ് സാധാരണ അങ്ങനെ പറയലുണ്ട്. അതായത് അമേരിക്കൻ എലക്ഷൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ മൊത്തം വേൾഡിലുള്ള ന്യൂ മീഡിയ ലാൻഡ്സ്കേപ്പ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ റേഡിയോൻ്റെ പറഞ്ഞു, ഇപ്പോൾ ടെലിവിഷൻ്റെ എടുത്ത് നോക്കുക. ജോൺ എഫ് കെന്നഡി പ്രസിഡൻഷ്യൽ എലക്ഷനിലേക്ക് വരുമ്പോഴാണ് കൂടുതലും ഇതിനെ അക്വയർ ചെയ്തുകൊണ്ട് ടെലിവിഷനിൽ പ്രസംഗങ്ങൾ വരിക. ആ പ്രസംഗങ്ങൾക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക. ആളുകൾ ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന ആ ഒരു ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു. അങ്ങനെ മൂപ്പര് പ്രസിഡന്റ് ആവുന്നു. അങ്ങനെ കുറെ പഠനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്താണല്ലോ ഇലക്ഷൻ ചർച്ച ചെയ്യപ്പെട്ടൊരു ഭയങ്കര ചർച്ച ചെയ്ത സാധനം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഓക്കെ പോഡ്കാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് പോഡ്കാസ്റ്റ് വളർന്നു വന്നത്. ഇപ്പോൾ പോഡ്കാസ്റ്റിന് ഭയങ്കര സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരാൾ പുറത്തുള്ള ഒരാൾ അപ്പോൾ പോഡ്കാസ്റ്റ് ഒന്നും കേൾക്കാത്തൊരു മനുഷ്യൻ അവനോട് പറയാണ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം, ഇതെന്തോ വലിയ തേങ്ങയാണെന്ന് പറഞ്ഞാൽ പോവാ ചെങ്ങ നിങ്ങൾ കുറച്ച് പോഡ്കാസ്റ്റിന് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ക്ലാസ്സിലൊരു പേപ്പർ അവതരിപ്പിച്ച് പേപ്പറിൽ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ വിശദീകരിച്ച് കൊണ്ടുവരികയാണ്. ഇങ്ങനെ പോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രി ഇങ്ങനെ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഇലക്ഷൻ പോലും കൺട്രോൾ ചെയ്ത് പോഡ്കാസ്റ്റ് ആണ്. ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഫോഴ്സിൽ ഇത് പറഞ്ഞു, അതിനൊരു പ്രസന്റേഷൻ്റെ രീതിയിൽ അങ്ങനെ വന്നുപോയി. അപ്പൊ സാറ് അമേരിക്കൻ ഇലക്ഷനൊക്കെ കൺട്രോൾ അത്രക്ക് വേണോ വെച്ചു. അപ്പൊ അത് ഒരു അപ്ഡേഷന്റെ കുറവുണ്ടാണ്, ഓവർ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ റൊമാൻറ്റിസൈസ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരൊരു എതിർപ്പാണ്. ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ വോട്ട്സിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഒരാളുടെ അതിന്റെ അതിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന അതിൽ ചീഫിൽ നിൽക്കുന്ന ഒരാളിപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞത് നമുക്കൊരു മീഡിയ ഈ ഇപ്പോഴത്തെ കാലത്തെ ന്യൂ മീഡിയ ലാൻഡ്സ്കേപ്പ് തിരിയണമെങ്കിൽ ആ ഇലക്ഷനെ പഠിച്ചാൽ മതിയെന്നാ. അപ്പോൾ അമേരിക്കൻ ഈ 2024 ഇലക്ഷനെ കുറിച്ച് എക്സ്പേർട്സ് പറയുന്നത് ദിസ് ഈസ് എ പോഡ്കാസ്റ്റ് ഇലക്ഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ കുറേ പഠനങ്ങളാണ്, ഓരോ യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ പഠനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വെറുതെ ആൾക്കാർ പറയുന്നില്ല.